ഹലോ തേർഡ് ഇയേഴ്സ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. അതായത് നമ്മൾ സൈക്കാട്രിക് അസസ്മെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരുപാട് കമ്പോണൻസ് ഉണ്ടായിട്ട് പഠിച്ചു. അതിൽ പലതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നലെ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ സൈക്കാട്രി കഴിഞ്ഞ ദിവസം പഠിച്ചു. അപ്പോൾ ഇനിയുള്ളത് നമ്മൾക്ക് മെയിൻലി പഠിക്കാനുള്ളത് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ. അതായത് ഇതും സൈക്കോളജിക്കൽ ടെസ്റ്റും ഈ പറയുന്ന സൈക്കാട്രിക് അസസ്മെൻറ്റിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. അതായത് നമ്മൾ അതൊരു സൈക്കാട്രിക് അസസ്മെൻറ്റ് നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് കമ്പോണൻ്റ് ഉണ്ട്, പല ടെസ്റ്റുകളുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പഠിച്ചു. അതിനകത്ത് ഇനിയും നമുക്ക് ചോദിക്കാനുള്ളത് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നുള്ളത് ടോപ്പിക്കാണ്. ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ ദ സ്പെഷ്യലൈസ്ഡ് ഔട്ട്ലൈൻ. അതായത് നമ്മൾ ഈ ടോപ്പിക്കിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ മീനിങ്, അതിൻ്റെ എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പർപ്പസ് എന്താണ്, പിന്നെ ടൈപ്പ് ഓഫ് ടെസ്റ്റ് എന്താണ്, അതിനകത്ത് നേഴ്സസിൻ്റെ റോൾ എന്തൊക്കെയാണെന്നാണ്. അപ്പം എന്താണ് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ ദി സൈക്കോളജിക്കൽ ടെസ്റ്റ് ആർ സ്പെഷ്യലൈസ്ഡ് അസസ്മെൻറ്റ് പ്രൊസീജിയർ ഫോർ ഡിറ്റർമിനിങ് സച്ച് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആസ് ഇൻ്റലിജൻസ്, capacity, motive pattern, self-concept, perception of the environment, role to be taken up, anxiety or depression, coping pattern and general personality integration. ഇത്രയേ അതിനകത്ത് വരും. മനസ്സിലായോ? അതായത് സൈക്കോളജിക്കൽ ടെസ്റ്റ് നമ്മൾ എന്തിനാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ ദീസ് ആർ ദ ടെസ്റ്റ് സ്പെഷ്യലൈസ്ഡ് അസസ്മെൻറ്റ് പ്രൊസീഡിയേഴ്സ് ഫോർ അസസ്സിങ് ഓർ ഡിറ്റർമിനിങ് the characteristic of an individual such as intelligence, capability or capacity of the individual, motive pattern, self-concept, perception of environment, then role to be taken up in life, then anxiety or depression, coping pattern and general personality integration. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഇനി സൈക്കോളജി ടെസ്റ്റ് അതിൻ്റെ പഠിക്കുന്നതിൻ്റെ അത്യാവശ്യങ്ങൾ നമ്മൾ അറിയണം. സൈക്കോളജി ടെസ്റ്റ് ആക്ട്സ് ആസ് അനദർ സോഴ്സ് ഓഫ് ഡേറ്റ ഫോർ നേഴ്സസ് വിച്ച് ഹെൽപ്പ് ഹെർ ഇൻ പ്ലാനിങ് കെയർ ഫോർ ദ പേഷ്യൻറ്റ്. അതായത് ഈ പറയുന്ന പല ടെസ്റ്റുകളിൽ കൂടെ നമ്മളൊരു പേഴ്സണെ പറ്റി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ലിസ്റ്റ് ഡൗൺ ചെയ്തല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളതിൽ അസസ് ചെയ്യുന്നതെന്ന് സൈക്കോളജിക്കൽ ടെസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിൽ നിന്ന് എങ്ങനെ ഒരു പേഴ്സണെ കെയർ ചെയ്യുമ്പോൾ നമുക്ക് നേഴ്സിംഗ് കെയർ പ്ലാൻ ഉണ്ടാക്കണം എന്ന് ഡിസൈഡ് ചെയ്യാനും അതിനകത്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ഇതിൻ്റെ റിസൾട്ടിൻ്റെ ബേസിസിലാവണം. ഒരു വ്യക്തി എങ്ങനെയാണെന്ന് മനസ്സിലായാലേ അയാളുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അയാൾക്ക് വേണ്ടി ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാനും ചെയ്യാനും ഒക്കെ പറ്റൂ, അല്ലേ? അപ്പോൾ നേഴ്സ് എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ആൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ആളാണ്. അതുപോലെ തന്നെ നേഴ്സസ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറാണ്. ഷീ ഷുഡ് നോ ഹൗ ടു ഗിവ് കെയർ ഇഫക്റ്റീവ്ലി ഫോർ ദ പേഷ്യൻറ്റ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മൾ ഡേറ്റ കളക്ഷൻ ഒരുപാട് തരത്തിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പല ഡേറ്റ കളക്ട് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് പേഷ്യൻറ്റിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ്. ആ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൻ്റെ പല ഭാഗങ്ങളും സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തിയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഡേറ്റ ഫോർ പ്ലാനിങ് കെയർ ഫോർ ദ പേഷ്യൻറ്റ്. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ പർപ്പസ്. അപ്പം എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നും അതിൻ്റെ പർപ്പസ് എന്താണെന്നും നമുക്ക് മനസ്സിലായി. ഇനി വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ് അഡോപ്റ്റഡ് ടു അസസ് ദ സൈക്കോളജിക്കൽ ആസ്പെക്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്ന് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ പലതും നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ സൈക്കോളജി, അതായത് നമ്മൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മളതിൽ പഠിക്കുന്ന നോർമൽ ആസ്പെക്ട് ഓഫ് മൈൻഡാണ്, അല്ലേ? പക്ഷേ അതിനകത്ത് നോർമൽ ഫങ്ഷനിങ് എങ്ങനെയാണ്, തിങ്കിങ്, റീസണിങ്, ഇമാജിനേഷൻ, അങ്ങനെ ഒരുപാട് നോർമൽ ഫാക്ടേഴ്സ് ഓഫ് ദ മൈൻഡ് നമ്മൾ സൈക്കോളജി പഠിക്കും. പക്ഷേ സൈക്കാട്രി എന്ന് പറയുമ്പോൾ അതല്ല. ഇറ്റ് ഈസ് എൻ അബ്നോർമൽ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾട്രേഷൻ ഓർ ദ ഡിസീസ് കണ്ടീഷൻ ഓഫ് ദി മൈൻഡ് വിച്ച് ഈസ് മാനിഫെസ്റ്റഡ് ആസ് ദ ഡിസീസ് കണ്ടീഷൻ. അതായത് നോർമലിൽ നിന്ന് ഒരു വ്യക്തിയുടെ നോർമൽ ഫങ്ഷനിൽ നിന്ന് മനസ്സ് ഡീവിയേറ്റ് ചെയ്ത ഒരു ഡിസീസ് കണ്ടീഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അതിന് മെൻ്റൽ ഇൽനെസ്സോ സൈക്കാട്രിക് ഇൽനെസ് ഒക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡീവിയേറ്റഡ് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പം ആദ്യമേ നമ്മൾ നോർമൽ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അത് എത്രമാത്രം നോർമലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമേ നമ്മൾ നോർമൽ അറിയണം. ഇതിനകത്ത് മെയിൻലി പറയുന്നതൊക്കെ നോർമൽസിയുമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ നോർമൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമല്ലേ ഹൗ മച്ച് ഇറ്റ് ഈസ് ഡീവിയേറ്റഡ് ഫ്രം ദ നോർമൽ ആൻഡ് വൈ ദ പേഴ്സൺ ഈസ് ഷോയിങ് ദി സിംറ്റം, വെദർ ഹിസ് മൈൻഡ് ഈസ് ഫങ്ഷനിങ് നോർമലി ഓർ വെദർ ഹിസ് മൈൻഡ് ഈസ് ഫങ്ഷനിങ് അബ്നോർമലി.
അബ്നോർമലി ഫങ്ഷനിങ് മൈൻഡ് ഉള്ളവരെയാണ് നമുക്ക് സൈക്കാട്രിക് പേഷ്യൻ്റായിട്ട് മനോരോഗികളായിട്ട് കിട്ടുന്നത്. അപ്പോൾ അവരുടെ മനസ്സ് അല്ലെങ്കിൽ എത്രമാത്രം അബ്നോർമലായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മൾ നോർമൽ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാം നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ടെമ്പറേച്ചർ എടുക്കുമ്പോൾ ഒരു പേഷ്യൻറ്റിന് 39 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 37-ൽ നിന്ന് 2 ഡിഗ്രിയും കൂടെ പേഷ്യൻറ്റിന് ടെമ്പറേച്ചർ കൂടിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നോർമലുമായിട്ട് നമ്മളെപ്പോഴും കമ്പയർ ചെയ്താണ് അബ്നോർമൽസിയെ നമ്മളെപ്പോഴും അസസ് ചെയ്യുന്നതും വിലയിരുത്തുന്നതും. അതുപോലെ തന്നെയാണ് ഇതിനകത്തും. അപ്പം നോർമൽ ടെസ്റ്റുകൾ പലതും അറിയണം, എങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ടിൽ നിന്ന് എത്രമാത്രം നമ്മുടെ പേഷ്യൻ്റ് അല്ലെങ്കിൽ സൈക്കാട്രിക് പേഷ്യൻ്റ് ഡീവിയേറ്റ് ചെയ്തും പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് പറയുന്നത്, ദിസ് റിസൾട്ട് ഓഫ് ദിസ് ടെസ്റ്റ് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഡേറ്റ ഫോർ പ്ലാനിങ് കെയർ. മനസ്സിലായി? ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റാണ് ഉള്ളതെന്ന് നോക്കാം. അത് ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഡെഫിനേഷനോ മീനിങ്ങോ ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് അസസ്മെൻറ്റ് പ്രൊസീജിയർ ടു ഡിറ്റർമിൻ ആൻ ഇൻഡിവിജ്വൽസ് ഇൻ്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ഇൻറ്റഗ്രേഷൻ. അതായത് ഇൻ്റലിജൻസ് പറയുമ്പോൾ ബുദ്ധിശക്തി എത്രമാത്രം ഉണ്ട്, പ്രോബ്ലം സോൾവ് എബിലിറ്റി, ബുദ്ധി ഉപയോഗിച്ചാൽ മനുഷ്യർ എപ്പോഴും പല പ്രോബ്ലമും അവരുടെ മുമ്പിൽ വരുന്ന പ്രോബ്ലമിലെല്ലാം തന്നെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് എത്രയുണ്ട്, അല്ലെങ്കിൽ ആ ഇൻ്റലിജൻസ് അവരെങ്ങനെ ഓരോ കാര്യങ്ങളും സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാൻ പല പല മീൻസ് ഉണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഇൻറ്റഗ്രേഷൻ. ഇപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും. ക്യാരക്ടറിസ്റ്റിക് വിച്ച് ഡിഫറൻഷിയേറ്റ് വൺ പേഴ്സൺ ഫ്രം അനദർ പേഴ്സൺ. അതായത് ഒരു വ്യക്തിയെ വേറൊരു വ്യക്തിയിൽ നിന്ന് തിരിക്കുന്ന വ്യത്യസ്തനാക്കുന്ന ഒരു വ്യക്തിയുടെ ക്വാളിറ്റീസിൻ്റെ എല്ലാം കൂടെ ആകത്തുകയൊക്കെ നമ്മൾ വേണമെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയാം. ഒരു വ്യക്തിയെ വേറൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഓരോ വ്യക്തിക്കുമുള്ള ടോട്ടൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സം ടോട്ടലാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. ആ പേഴ്സണാലിറ്റി ഇൻറ്റഗ്രേഷനും എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റുകളൊക്കെ ഉപയോഗിക്കും. മനസ്സിലായോ? അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് അസസ്മെൻറ്റ് പ്രൊസീജിയർ ടു ഡിറ്റർമിൻ ആൻ ഇൻഡിവിജ്വൽസ് ഇൻ്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ഇൻറ്റഗ്രേഷൻ. മനസ്സിലായി? ആദ്യം നമ്മൾ ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോൾ ഒരുപാട് ക്വാളിറ്റി എല്ലാം അസസ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പറയുന്ന ഡിഫറെൻറ്റ് ക്വാളിറ്റി എല്ലാം ഇതിൽ രണ്ടിനും ഉൾപ്പെടുന്ന ഇൻ്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. ഒരാളുടെ അപ്പിയറൻസ് വരും, അയാളുടെ ആറ്റിറ്റ്യൂഡ് വരും, അയാളുടെ ഇൻറ്ററാക്ഷൻ വിത്ത് അതേഴ്സ് വരും, പിന്നെ അയാളുടെ സെൽഫ് കോൺസെപ്റ്റ് വരും, അയാൾ എൻവയൺമെൻറ്റിനെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വരും, പിന്നെ ഓരോരോ ചുമതലകൾ ഏറ്റെടുക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് പേഴ്സണാലിറ്റി ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി ഇൻറ്റഗ്രേഷനെ അസസ് ചെയ്യാൻ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ്. അല്ലെങ്കിൽ വേണമെങ്കിൽ വാട്ട് യു മീൻ ബൈ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇത് എഴുതണം. അതായത് സ്പെഷ്യലൈസ്ഡ് അസസ്മെൻറ്റ് പ്രൊസീജിയർ ടു ഡിറ്റർമിൻ ആൻ ഇൻഡിവിജ്വൽസ് ഇൻ്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ഇൻറ്റഗ്രേഷൻ. ഓക്കെ, പിന്നെ ഇനി ഇത് ഏതൊക്കെ എത്രമാത്രം സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഇപ്പോൾ നമ്മൾ ഒരുപാട് ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എത്രമാത്രം ഉണ്ടെന്ന് നോക്കണമെങ്കിൽ, ഒന്ന് IQ അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ് ഒരെണ്ണം. പിന്നൊന്ന് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്. തേർഡ് വൺ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ്. നെക്സ്റ്റ് വൺ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ദെൻ സെക്സോളജിക്കൽ ടെസ്റ്റ്. ദെൻ ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെസ്റ്റ്. ദെൻ ഒക്കുപ്പേഷൻ ടെസ്റ്റ്. ഇത്രയാണ് മെയിൻലി നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റായിട്ട് എൻലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ IQ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയൊന്നും പറയത്തില്ല. അതുകൊണ്ട് IQ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ടെസ്റ്റ് എന്ന് വേണേൽ അതിനെ പറയാം. ഈ IQ ഓർ കോഗ്നിറ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ദ അസസ് ദ അതായത് സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ IQ ടെസ്റ്റ് contain a series of tasks such as verbal task, performance task and non-verbal task. അതായത് പേഷ്യൻസിന് പലതരത്തിലുള്ള വെർബൽ ടാസ്ക്, നോൺ വെർബൽ ടാസ്ക്, പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസ് ടാസ്ക്, ഇങ്ങനെ ഓൾറെഡി ഇത് ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടാസ്കുകൾ ഈ പേഷ്യൻറ്റിനെ കൊണ്ട് ചെയ്യിച്ചിട്ട് അയാൾക്ക് എത്രമാത്രം IQ ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് IQ നമുക്കറിയാമല്ലോ, IQ എന്ന് പറയുന്നത് നോർമൽ, ഇറ്റ് വേരീസ് ഫ്രം 90 to 110. പിന്നെ ആ IQ ലെവലിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിയും എത്രമാത്രം ഇൻ്റലിജൻ്റ് ആണ്, അല്ലെങ്കിൽ എത്രമാത്രം നോർമൽ ഇൻ്റലിജൻസ് ആണോ അതോ മന്ദബുദ്ധിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ IQൻ്റെ അസസ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റാണ്. ഈ IQ അസസ്മെൻറ്റ് നടത്തുന്നത് സാധാരണ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളൊക്കെ ഓൾറെഡി ഫോം ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ കാണും, അല്ലെങ്കിൽ അതിനൊരു ഫോർമാറ്റൊക്കെ കാണും. അത് വെച്ച് പേഷ്യൻസിനോട് ഒന്നുകിൽ അവരോട് വെർബലായിട്ട് ചോദിച്ചിട്ട് ഉത്തരം വാങ്ങിക്കും, അതല്ലെങ്കിൽ അവരെ കൊണ്ട് പല പെർഫോമൻസ് ടാസ്ക് ചെയ്യിച്ചിട്ട്
അവരുടെ ഈ IQ എത്ര ആണെന്ന് നോക്കും. നമുക്കറിയാമല്ലോ ചില പസിൽസ് ഒക്കെ കൊടുത്തിട്ടും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും ഒക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അതാണ് IQ ഓർ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ഈ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ടെസ്റ്റ് അസസ് ആൻ ഇൻഡിവിജ്വൽസ് ഫീലിംഗ് എബൌട്ട് ആൻ ഇവൻറ്റ്, പേഴ്സൺ ഓർ ഒബ്ജക്റ്റ്. അതായത് ഒരു വ്യക്തിക്ക് ഒരു എൻവയൺമെൻറ്റിനോടോ വേറൊരു പേഴ്സണോടോ ഒരു ഒബ്ജക്റ്റിനോടോ ഉള്ള മനോഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന ടെസ്റ്റാണ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ അടുത്തത് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയും. ഈ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് യൂസ് ടു മെഷർ സൈക്കോളജിക്കൽ ഫങ്ഷൻ നോൺ ടു ബി ലിങ്ക് ടു ദ പർട്ടിക്കുലർ ബ്രെയിൻ സ്ട്രക്ചർ. അതായത് നമ്മുടെ ബ്രെയിനിന് ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? സെറിബ്രം, സെറിബെല്ലം, മെഡുല അങ്ങനത്തെ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അനാറ്റമിയിൽ. ഇതിൻ്റെ ബ്രെയിനിൻ്റെ ഓരോ ഭാഗത്തിനും ഓരോ ഉത്തരവാദിത്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോ ഭാഗവും ഓരോ സെൻറ്റേഴ്സാണ്, അത് ഓരോന്നിനെയും കൺട്രോൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ വിഷ്വൽ സെൻറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഓഡിറ്ററി സെൻറ്റർ ഉണ്ട്, പിന്നെ സ്പീച്ച് സെൻറ്റർ ഉണ്ട്. ഇങ്ങനെ ഓരോ സെൻറ്ററാണ് ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഫങ്ഷനിങ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിനെ കൺട്രോൾ ചെയ്യാനും ബ്രെയിനിന് പ്രത്യേക പ്രതലങ്ങൾ അല്ലെങ്കിൽ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അതിനെന്തെങ്കിലും സൈക്കോളജിക്കൽ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഭാഗം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഈ പറയുന്ന ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഇത് കൂടുതലായിട്ട് ചെയ്യുന്ന ഏത് ആൾക്കാരിലാണെന്ന് ചോദിച്ചാൽ ചിലപ്പം ചില പേഷ്യൻസൊക്കെ ഹെഡ് ഇഞ്ചുറിയൊക്കെ വരാം. അപ്പോൾ ഹെഡ് ഇഞ്ചുറി വരുമ്പം കുറേ ഭാഗങ്ങളൊക്കെ ബ്രെയിനിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗം ഇഞ്ചേർഡ് ആകുമ്പോൾ ആ പർട്ടിക്കുലർ സെൻറ്ററിനെ, ഈ പറയുന്ന കൺട്രോളിങ് സെൻറ്ററിനെ ഒരുപക്ഷെ അത് അഫക്റ്റ് ചെയ്തിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ ആ ഒരു ഡിസീസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചില ഡിസീസ് വരുമ്പം ഇപ്പോൾ പാർക്കിൻസോണിസം ഉണ്ട്, അതുപോലെ തന്നെ ഡീമൈലിനേറ്റിംഗ് ഡിസീസ് ഓഫ് ദി ബ്രെയിൻ ഒത്തിരി ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്നോണ്ടേ ആ ഒരു ഡിസീസും അല്ലെങ്കിൽ ഈ ഇഞ്ചുറിയും ആ പർട്ടിക്കുലർ സെൻറ്ററിനെ ആണോ അഫക്റ്റ് ചെയ്തേക്കുന്നത് ആണെങ്കിൽ അത് എത്രമാത്രം പേഷ്യൻറ്റിന് ഇമ്പയർമെൻറ്റ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഈ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, അത് നമ്മൾ നേരത്തെ പഠിക്കുന്നതാണ്. അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ വേണ്ടി എന്താണ് അയാളുടെ പേഴ്സണാലിറ്റി. ഇപ്പോൾ തന്നെ പേഴ്സണാലിറ്റി നമുക്ക് പലതരം എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ അല്ലെങ്കിൽ ബോഡി ഷേപ്പ് അനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രൊജക്റ്റീവ് ടെസ്റ്റും അല്ലെങ്കിൽ കൂടുതലും പ്രൊജക്റ്റീവ് ടെസ്റ്റോ അല്ലെങ്കിൽ കൂടുതലും പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പോലുള്ള ടെസ്റ്റും ഒക്കെ ഉപയോഗിച്ച് പേഷ്യൻ്റെ പേഴ്സണാലിറ്റിയുടെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ഈ പറയുന്ന ഇനി സെക്സോളജിക്കൽ ടെസ്റ്റ് എന്നും പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും സെക്ഷൽ പ്രോബ്ലം ഉള്ളവർക്ക്, അത് വേരിയസ് ആസ്പെക്ട് ഓഫ് ഡിസ്കംഫർട്ട് ഓർ പ്രോബ്ലംസ് ഓഫ് ഡിസ്ഫങ്ഷൻ, സെക്ഷൽ ഡിസ്കംഫർട്ട്, ഇങ്ങനെ പല സെക്ഷൽ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരുണ്ട്. അവരുടെ ആ പ്രോബ്ലം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് സെക്സോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെസ്റ്റ്. ഇത് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക എന്താണ് ഡയറക്റ്റ് അതായത് ചില ഇൻസിഡൻസ് നടക്കുമ്പോൾ അത് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിനാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ തന്നെ ഒരു കുട്ടിക്ക് ക്ലാസ് റൂം ബിഹേവിയർ അബ്നോർമലാണ്. അത് ക്ലാസ്സിൽ നിന്ന് എപ്പോഴും ബഹളം ഉണ്ടാക്കുന്നു, മറ്റുള്ളവരെ അസോൾട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ഹരാസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ചില ബിഹേവിയർ പ്രോബ്ലം ഉള്ള കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ ആ കുട്ടിയെ പറ്റി ഒത്തിരി കംപ്ലൈൻറ്റ് ഒരു പക്ഷേ ടീച്ചേഴ്സ് പറയാം, വീട്ടിലും അതൊത്തിരി വന്ന പ്രശ്നങ്ങൾ അച്ഛനും അമ്മയും പറയാം, ഒരു സൈക്കോളജിസ്റ്റിനോടൊക്കെ ചെന്ന് സൈക്കാട്രിസ്റ്റിനോടൊക്കെ പറയാമെങ്കിലും അദ്ദേഹത്തിന് കേട്ട് മനസ്സിലാക്കുന്നതിനെക്കാട്ടിൽ തന്നെ കുട്ടി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കുന്നതിനാണ്. അപ്പം നേരിട്ട് മനസ്സിലാവുമല്ലോ. ലൈവായിട്ട് കുട്ടിയുടെ ബിഹേവിയർ അബ്നോർമലായിട്ട് ആ കുട്ടി എങ്ങനെ ബിഹേവിയർ കാണിക്കുന്നതെന്ന് ലൈവായിട്ട് കാണാൻ വേണ്ടി ആ കുട്ടിയെ ക്ലാസ് റൂമിൽ വെച്ച് ആ കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് ക്ലാസ് റൂമിൽ പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കുക സൈക്കാട്രിസ്റ്റ്. മനസ്സിലായോ? അല്ലെങ്കിൽ ആ കുട്ടി വീട്ടിലെങ്ങനെ അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നത്, എപ്പോഴും വലിയ കംപ്ലൈൻ്റ് ആണ്, കുഞ്ഞിന് ബിഹേവിയർ പാറ്റേണിന് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡൊക്കെ ആയിരിക്കും. എത്രമാത്രമാണ് ആ കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആകുന്നത് ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഡയറക്റ്റ് ഒബ്സർവ് ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഡോക്ടറിനൊരു ക്ലിയർ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടാലോ അല്ലെങ്കിൽ ടീച്ചർ പറയുന്നത് കേട്ടാലോ ഒന്നും കേട്ട് മനസ്സിലാക്കുന്നതിനെക്കാട്ടും നല്ലത് കണ്ട് മനസ്സിലാക്കുന്ന. അപ്പം നേരിട്ട് അത് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി ഒന്നിൽ ലബോറട്ടറി വെച്ചോ അല്ലെങ്കിൽ ആ കുട്ടിയെ ലാബിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ സൈക്കോളജി ലാബിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിന് കുട്ടിയെ ക്ലാസ്സിലിരുന്ന് അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ ഇത് തന്നെ വീട്ടിൽ ഫാമിലി പ്രോബ്ലം ഉണ്ടാകുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, ഫാമിലി ഡിസ്കോഡൊക്കെ ഉണ്ട്, അച്ഛനും മക്കളും തമ്മിലോ പേരൻസും മക്കളും തമ്മിലോ എന്തൊക്കെ പ്രശ്നമുണ്ട് അതും കണ്ട് മനസ്സിലാക്കി ഡിസൈഡ് ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും ഡോക്ടേഴ്സിന് സാധിക്കും. അതാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഒക്കുപ്പേഷണൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് എത്രമാത്രം ഒരു ഒക്കുപ്പേഷനോട്
അതായത് അതിൽ നിന്ന് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഏത് ജോലിയിലാണ് അയാൾ എക്സൽ ചെയ്യുന്നത്, അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് ഈ ഒക്കുപ്പേഷൻ ടെസ്റ്റ് എന്ന്. അപ്പോൾ ഇത്രയാണ് മെയിൻലി സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉള്ളത്. അപ്പം നമ്മൾ ഇത് നേരത്തെ നിങ്ങൾ പഠിച്ചതാണ്, അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. പിന്നെ അതുകൂടാതെ ചില ഡിസീസ് കണ്ടീഷനുള്ള പേഷ്യൻസിനെ അസസ് ചെയ്യാൻ ചില സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റൊക്കെ, പ്രത്യേകം ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അത് ഡീവിയേറ്റഡ് ബിഹേവിയർ എങ്ങനെയെന്ന്, ഇപ്പോൾ ആങ്സൈറ്റി ഉള്ള പേഷ്യൻ്റ് ആങ്സൈറ്റി എത്രമാത്രം ഉണ്ടെന്ന് അസസ് ചെയ്യുക, സ്ട്രെസ് ഉള്ള പേഷ്യൻ്റ് സ്ട്രെസ് എത്രമാത്രം ഉണ്ടെന്ന് അസസ് ചെയ്യുക, സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള പേഷ്യൻസ് ഉണ്ട്, അവരുടെ സൂയിസൈഡൽ ആറ്റിറ്റ്യൂഡ് എത്രമാത്രം ഉണ്ടെന്ന് അസസ് ചെയ്യുക. പിന്നെ ചില ചില മെഡിസിനൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് പേഷ്യൻസിനുണ്ടാകും. ഇപ്പോൾ എക്സ്ട്രാ പിരമിഡൽ സിംറ്റം, ഇങ്ങനെയൊക്കെയുള്ള ചില അബ്നോർമൽ സൈഡ് ഇഫക്റ്റ് അതെങ്ങനെയാണ് അസസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ടെസ്റ്റുകൾ നടത്താൻ പറ്റും. അതിൻ്റേതായ ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഡിസീസ് കണ്ടീഷനുമായിട്ട് ക്ലിനിക്കിലൊക്കെ പോകുമ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിൽ നമുക്ക് മെയിൻലി പറയാനുള്ളത്. ഓക്കെ, ഇനിയും പിന്നെ ഇതിൻ്റെ യൂസസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഹെൽപ്സ് എ ക്ലിനിഷ്യൻ ഇൻ സൈക്കാട്രിക് കോഴ്സ് ഇൻ മെഷറിംഗ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് പ്രോബ്ലം, then accurate the to arrive at an accurate diagnosis and to follow up the progress of the patient and documenting the efficiency of treatment. അപ്പോൾ ഓരോ തരം പേഷ്യൻറ്റിനെ ഇങ്ങനെ കാണുമ്പോഴും അത് ഫയലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് ആ ഫയലും റെക്കോർഡും ഒക്കെ ലേറ്റർ ഓൺ പിന്നെയും മറ്റുള്ള വേറെ പേഷ്യൻസൊക്കെ വരുമ്പോൾ അസസ്മെൻറ്റിനൊക്കെ ഹെൽപ്ഫുൾ ആകും. അപ്പോൾ അത് നമ്മൾ റെക്കോർഡെന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ടെസ്റ്റിൻ്റെ പ്രത്യേക പ്രയോജനങ്ങൾ. അതായത് ഇറ്റ് ഹെൽപ്സ് ദ ക്ലിനീഷ്യൻ ഓർ ദ സൈക്കാട്രിക് നേഴ്സ് ഇൻ മെഷറിംഗ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദി പ്രോബ്ലം, ദെൻ ടു അറൈവ് അറ്റ് എ കറക്റ്റ് ഡയഗ്നോസിസ്, ദെൻ ട്രാക്കിംഗ് ദ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്നോസിസ് എങ്ങനെയുണ്ടെന്ന് അസസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡോക്യുമെൻറ്റിംഗ് ദ എഫിഷ്യൻസി ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഇനി നേഴ്സസ് റോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നേഴ്സസിന് ഇമ്പോർട്ടൻ്റ് ഒരു റോളുണ്ട്. ഷീ ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദ ടെസ്റ്റ്. സെക്കൻഡ് വൺ, മെഷറബിൾ ഇൻഡിക്കേറ്റേഴ്സ് ടു പ്രൊവൈഡ് കെയർ. ദെൻ അവെയർനെസ് അബൌട്ട് വേരിയസ് ടെസ്റ്റ്. ദെൻ റിസോഴ്സ് പേഴ്സൺ, അതായത് ഈ നേഴ്സ് എന്ന് പറയുന്ന ആൾ ഈ ടെസ്റ്റിനെ പറ്റിയൊക്കെ വളരെ ഫെമിലിയർ ആയിരിക്കണം. അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഏത് സെറ്റിങ്സിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, കുട്ടിയുടെ അബ്നോർമൽ ബിഹേവിയർ ക്ലാസ് റൂമിൽ പോയി ഡോക്ടർ ടെസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ലബോറട്ടറി വെച്ച് കുട്ടിയെ വിളിച്ച് ലാബിൽ വിളിച്ച്, അല്ലെങ്കിൽ സൈക്കോളജി ലാബിൽ വിളിച്ച് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം എവിടെ വെച്ച് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, ഏതൊക്കെ പേഷ്യൻസിന് ഏതൊക്കെ ടെസ്റ്റാണ് ഇൻഡിക്കേറ്റഡ്, അവിടെ നേഴ്സസ് എങ്ങനെ അസിസ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അതാണ് ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മെഷറബിൾ ഇൻഡിക്കേറ്റർ ടു പ്രൊവൈഡ് കെയർ എന്ന് വെച്ചാൽ, അതിന് ഒരു മെഷറബിൾ ഇൻഡിക്കേറ്റർ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിൽ നിന്ന് എന്താണ്, എങ്ങനെ പേഷ്യൻറ്റിന് കെയർ പ്രൊവൈഡ് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം തീരുമാനിക്കാൻ കഴിയും. പിന്നെ അവയർനെസ് അബൌട്ട് വേരിയസ് ടെസ്റ്റ്, അതായത് ഓരോ ടെസ്റ്റും എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നറിയണം. പിന്നെ റിസോഴ്സ് പേഴ്സൺ, അതായത് നേഴ്സ് ഒരു റിസോഴ്സ് പേഴ്സൺ ആകണം. അതായത് ഈ ഒരു പലർക്കും ആയിരിക്കുമല്ലോ ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ആ ടെസ്റ്റുമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവരുടെ റിലേറ്റീവ്സോ പേഷ്യൻറ്റോ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ക്ലിയർ ഇൻഫർമേഷൻ കൊടുക്കാനുള്ള നോളജ് നേഴ്സിന് ഉണ്ടാകണം. പിന്നെ കോമൺ കൺസേൺ അബൌട്ട് സേഫ്റ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, അതായത് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടുന്ന റിസൾട്ട് ചില കാര്യങ്ങളൊക്കെ ഇതെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞ് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നുകിൽ അത് പേഷ്യൻറ്റിനോട് പറയേണ്ടതാണ്, പേഷ്യൻറ്റിനോട് പറയുക, അല്ലെങ്കിൽ ഇറ്റ് മേ ബി വിത്ത് ദ ഡോക്ടർ ഓർ ഇറ്റ് മേ ബി റിട്ടൺ ഇൻ ദ ഫയൽ. അതല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് അതിന് പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമില്ല. കോൺഫിഡൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ സൂക്ഷിക്കണം. മനസ്സിലായോ? അത്രയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേഴ്സസ് റോള്. ഓക്കെ, അപ്പം നമ്മൾ മെയിൻലി ഇപ്പം സൈക്കോളജിക്കൽ ടെസ്റ്റിനെ പറ്റിയാണ് പഠിച്ചത്. അതിനകത്ത് നമ്മൾ ആദ്യമേ അബൌട്ട് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പഠിച്ചു. പിന്നെ അതിനകത്ത് വാട്ട് ആർ ദ മീനിങ് ഓഫ് ദ ടെസ്റ്റ്, ദെൻ വാട്ട് ആർ പർപ്പസ് ഇറ്റ് ഈസ് യൂസ്ഡ്, ആൻഡ് ദെൻ ഇതിൻ്റെ പർപ്പസ് എന്താണ്, പിന്നെ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി അതിനകത്ത് നേഴ്സസ് റോളും പഠിച്ചല്ലോ. അപ്പോൾ ഇത്രയാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യം. ഇനിയും ഞാൻ സ്ലൈഡില്ല, ഞാൻ ന്യൂറോളജിക്കൽ അസസ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിത് അതായത്
ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ എല്ലാ മെഡിക്കൽ സർജിക്കൽ നഴ്സിങ്ങിലും ഒക്കെ തന്നെ ഹെഡ് ടു ഫുഡ് എക്സാമിനേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫിസിക്കൽ എക്സാമിനേഷൻ പേഷ്യൻ്റെ ഹെഡ് ടു ഫുഡൊക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് ന്യൂറോളജിക്കൽ അസസ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ സബ്ജക്റ്റിന് ന്യൂറോളജിയുമായിട്ടാണ് കൂടുതൽ റിലേഷൻഷിപ്പ്. അത് സൈക്കാട്രി ഈസ് മോർ റിലേറ്റഡ് വിത്ത് ന്യൂറോളജി, നോട്ട് വിത്ത് CVS ഓർ റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മൾ മൈൻഡുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാർ അത് ന്യൂറോളജിക്കൽ സിസ്റ്റവുമായിട്ടാണ്, അതായത് ബ്രെയിൻ എവിടെയാണോ ആ ബ്രെയിനുമായിട്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കേണ്ടത്, അല്ലേ? അപ്പം നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞ് ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡ് ഇസ് ദ എക്സ്പ്രഷൻ ഓഫ് ദി ബ്രെയിൻ എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്, അല്ലേ? എന്ന് വെച്ചാൽ ഒരു മൈൻഡ് എന്ന് പറയുന്ന ഒരു അനാറ്റമിക്കൽ സ്ട്രക്ചർ ഇല്ല, ബ്രെയിനാണ് അനാറ്റമിക്കൽ സ്ട്രക്ചർ, അതിൻ്റെ എക്സ്പ്രഷനാണ് മൈൻഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻലി ന്യൂറോളജിയായിട്ടാണ് കൺസേൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ബന്ധം എന്താണ് സൈക്കാട്രിക് എന്നുള്ള അറിയണം. അപ്പോൾ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ഫോംസ് എ കോർണർ സ്റ്റോൺ ഓഫ് ടോട്ടൽ മാനേജ്മെൻറ്റ് ഓഫ് പേഷ്യൻ്റ് വിത്ത് സൈക്കാട്രിക് ഇൽനസ്. അതായത് ഇത് ഒരു കോർണർ സ്റ്റോൺ ആണ്. ആൻഡ് ഓൾസോ എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആകുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ദ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് പറഞ്ഞാൽ എല്ലാ അസസ്മെൻറ്റിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ന്യൂറോളജിക്കൽ അസസ്മെൻറ്റിൽ വരുന്നുണ്ട് സൈക്കാട്രിയിൽ. അപ്പോൾ അങ്ങനെ വരുന്നത് പർപ്പസ് ഈസ് ടു ഡിറ്റർമിൻ എനി ഡിസീസ് ഇൻ നെർവസ് സിസ്റ്റം. അതായത് പല സൈക്കാട്രിക് പേഷ്യൻസിനും വേറെ ബോഡിലി ഇൽനെസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് ഈ പറയുന്ന പ്രത്യേകിച്ച് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിസീസസ് ഒക്കെ ന്യൂറോളജിക്കൽ അസസ്മെൻറ്റൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ടു ഡിറ്റർമിൻ എനി ഡിസീസ് കണ്ടീഷൻ ഇൻ നെർവസ് സിസ്റ്റം. അതായത് ഈ നമ്മുടെ മാനസിക രോഗിക്ക് നെർവസ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇനി അതിൻ്റെ കമ്പോണൻസ് എന്താണെന്ന് ചോദിക്കാം. നമ്മൾ ന്യൂറോളജിക്കൽ അസസ്മെൻറ്റിൽ മെയിൻലി ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. അതായത് പേഷ്യൻ്റ് എത്രമാത്രം അവെയർനെസ് അല്ലെങ്കിൽ എത്രമാത്രം ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നമ്മളറിയാമല്ലോ. നമ്മൾ അലേർട്ട്നെസ് ടു കോമ സ്റ്റേജ് വരെയുള്ള മെൻ്റൽ സ്റ്റേറ്റിനെയാണ് പഠിക്കുന്നത്, അല്ലേ? ആ ഡിഫറൻസ് സ്റ്റേജിൽ കൂടെ കടന്ന് അലേർട്ട്നെസ് സ്റ്റേജിൽ നിന്ന് കോമ സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയും ദ പേഷ്യൻ്റ് ഈസ് ഹാവിങ് ഓൾട്ടറേഷൻ ഇൻ ദ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. എന്നിട്ട് ആ രോഗി ഏത് ഓൾട്ടേർഡ് ലെവലിലാണെന്ന് നോക്കുക. അതാണ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിനകത്ത് മെയിൻലി ചെയ്യുന്ന കാര്യം. പിന്നെ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, അത് വേറൊരു കമ്പോണൻ്റാണ് ന്യൂറോളജിക്കൽ ടെസ്റ്റിൻ്റെ. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം അത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു കഴിഞ്ഞു. വാട്ട് ഈസ് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, ഹൗ ദ മൈൻഡ് ഈസ് ഫങ്ഷനിങ്, അതിന് ഒരുപാട് കമ്പോണൻറ്റും ഒക്കെ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് MSc ചെയ്യുന്നതൊക്കെ പഠിച്ചല്ലോ. പിന്നെ അടുത്തത് സ്പെഷ്യൽ സെറിബ്രൽ ഫങ്ഷൻസ്, അതായത് ഒരു ബ്രെയിനിന് സെറിബെല്ലം എന്നൊക്കെ ഡിഫറെൻറ്റ് അനാറ്റമിക് സ്ട്രക്ചർ ഉണ്ടെന്നറിയാം. അതിനകത്ത് സെറിബ്രത്തിന് ഒത്തിരിയും ഫങ്ഷൻ ഉണ്ട്. ആ സെറിബ്രൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഫങ്ഷൻ എന്ന് നോക്കുക. അത് പേഷ്യൻറ്റിൻ്റെ ഡിസീസ് കണ്ടീഷനുമായിട്ട് എത്ര വേരിയേറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്തത് ക്രേനിയൽ നെർവ് ഫങ്ഷൻസ്, അതായത് നമുക്ക് ക്രേനിയൽ നെർവ്സ് വിച്ച് ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ഗിവിങ് നെർവ് സപ്ലൈ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി, അല്ലേ? അത് 12 പെയേഴ്സാണ് ഉള്ളത്. അപ്പോൾ ആ ക്രേനിയൽ നെർവ്സിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് അത് നമ്മൾ ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്ന, അതായത് ഓൾഫാക്ടറി, ഒപ്റ്റിക്, ഒക്കുലോമോട്ടോർ, ട്രൈജെമിനൽ, ട്രോക്ലിയർ എന്നും പറഞ്ഞ് അങ്ങ് 12 വരെ പോകുന്ന 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ് ഉണ്ട്. അതിനെല്ലാം അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളും ഫങ്ഷനും ഉണ്ട്. അത് എങ്ങനെ ഫങ്ഷനിങ് പ്രോപ്പർലി ഫങ്ഷനിങ് ആണോ അതോ അതിന് എന്തെങ്കിലും ഡീവിയേഷൻ കാണിക്കുന്നുണ്ടോ, ആ ക്രേനിയൽ നെർവുമായിട്ട് എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടോ, അതാണ് ക്രേനിയൽ നെർവ് ഫങ്ഷനിൽ പഠിക്കുന്നത്. പിന്നെ മോട്ടോർ ഫങ്ഷൻ, അതായത് മൂവ്മെൻറ്റ് ഓഫ് ദി പേഷ്യൻ്റ് എങ്ങനെയാണ്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെൻറ്റ് അബ്നോർമാലിറ്റീസ് ഇൻ മൂവ്മെൻറ്റ് ഉണ്ടോ. അത് യൂഷ്വലി നമ്മൾ അറിയണമെങ്കിൽ കൂടുതൽ അറിയേണ്ടത് മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റത്തിനെ പറ്റിയും നെർവസ് സിസ്റ്റത്തിനെ പറ്റി അറിയണം, അല്ലേ? അതിന് ഇത് മൂന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മോട്ടോർ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സെൻസറി ഫങ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് സെൻസേഷൻസ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ, ടച്ച് ആണെങ്കിലും സെൻസ് ഓർഗൻസ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് നെർവ്സ് പ്രോപ്പർലി ബോഡിയിൽ കൂടെ വർക്ക് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് സെൻസറി ഫങ്ഷൻ ഇൻ ദ ബോഡി, ടച്ച് അല്ലെങ്കിൽ വിഷ്വൽ ഫങ്ഷൻ, ഓഡിറ്ററി ഫങ്ഷൻ, പിന്നെ ഗസ്റ്റേറ്ററി ഫങ്ഷൻ ആൻഡ് ടാക്ടൈൽ ഫങ്ഷൻ, ഓൾഫാക്ടറി ഫങ്ഷൻ, ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ സെൻസറി ഫങ്ഷൻ പ്രോപ്പർലി നടക്കുന്നുണ്ടോ എന്ന് അറിയണം. പിന്നെ അടുത്തത് സെറിബെല്ലാർ ഫങ്ഷൻ. ഈ സെറിബ്രം പോലെ തന്നെ സെറിബെല്ലോ എന്നും പറഞ്ഞൊരു പാർട്ടും ബ്രെയിനുണ്ടല്ലോ. അതിൻ്റെ അനാറ്റമിയും ഫിസിയോളജിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്. അത് നോർമൽ ഫങ്ഷനിങ്ങിലാണോ എന്ന് നോക്കണം. പിന്നെ ലാസ്റ്റ് വൺ ആണ് റിഫ്ലെക്സസ്. ഈ റിഫ്ലെക്സസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾക്കറിയാം അതും ഒരു ന്യൂറോളജിക്കൽ ഫൈൻഡിങ്സ് ആണ്.
ചിലപ്പം നമ്മൾ ഈ ട്യൂണിങ് അല്ല എന്തായാലും പറയുന്നത് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ റിഫ്ലെക്സസ് നോക്കാറുണ്ട് അല്ലേ. ഓരോ നെർവ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് പ്ലാന്റാർ റിഫ്ലെക്സ്, അങ്ങനെ കാലിലും കയ്യിലും ഒക്കെ ഡിഫറെൻറ്റ് റിഫ്ലെക്സസ് നോക്കാറുണ്ട്. അതായത് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസിനോട് എങ്ങനെയാണ് അത് റെസ്പോണ്ട് ചെയ്യുന്നതെന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ കമ്പോണൻസ്. ഇത്രയും കാര്യങ്ങളാണ് ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, സ്പെഷ്യൽ സെറിബ്രൽ ഫങ്ഷൻ, ക്രേനിയൽ നെർവ് ഫങ്ഷൻ, മോട്ടോർ ഫങ്ഷൻ, സെൻസറി ഫങ്ഷൻ, സെറിബെല്ലാർ ഫങ്ഷൻസ് ആൻഡ് റിഫ്ലക്സസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിഫറെൻറ്റ് ടെസ്റ്റ് നടത്തി നോക്കണം. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മോട്ടോർ ഫങ്ഷൻ്റെ അസസ്മെൻറ്റ് നോക്കാൻ വേണ്ടി നമ്മുടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ശ്രീവാണിൻ്റെ പുസ്തകത്തിൽ അവസാനം അപ്പൻഡിക്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പ്രോപ്പർലി മനസ്സിലാക്കാനുള്ള അപ്പൻഡിക്സും അതിനകത്ത് തന്നിട്ടുണ്ട്. അതായത് എസ്പെഷ്യലി യു ഹാവ് ടു റെഫർ ദാറ്റ് അപ്പൻഡിക്സ്, ദാറ്റ് ഇസ് അപ്പൻഡിക്സ് 3. അതിനകത്ത് ന്യൂറോളജിക്കൽ എക്സാം ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പം കൺസിഡർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ആ ഫോർമാറ്റിൽ വെരി വെല്ലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് അപ്പൻഡിക്സ് 3 ഓഫ് വിച്ച് ഇസ് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ശ്രീവാണി. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കുന്ന ന്യൂറോളജിക്കൽ അസസ്മെൻറ്റിൻ്റെ നേഴ്സസ് റോള് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് മെയിൻലി ഉള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് ആൻഡ് എൻവയൺമെൻറ്റ്, സ്യൂട്ടബിൾ എൻവയൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ചില കാര്യങ്ങളിൽ ഫാമിലി മെമ്പേഴ്സിനെ ഇൻവോൾവ് ചെയ്യണം. കാരണം പേഷ്യൻറ്റിൻ്റെ കുറേ ഡീറ്റെയിൽഡ് ഡേറ്റ ഒക്കെ കളക്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ചില സിംറ്റമറ്റോളജിയൊക്കെ പേഷ്യൻ്റ് പറയുന്നത് കൂടാതെ ഒരുപക്ഷെ അവരുടെ പേരൻസോ മറ്റ് സിഗ്നിഫിക്കൻറ്റ് റിലേറ്റീവ്സിനോ ഒക്കെ പല കാര്യങ്ങളും ഡേറ്റ തരാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഫാമിലിയെ കൂടി വേണ്ട കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത് അവരെ ഇൻ്റർവ്യൂ നടത്തി ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം പേഷ്യൻറ്റിനെ പറ്റി. പിന്നെ സെറ്റ് നീഡഡ് എക്യുപ്മെൻറ്റ്, അതായത് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്താൻ വേണ്ടി നമുക്ക് പല എക്യുപ്മെൻറ്റ്സും വേണം. ഇപ്പോൾ തന്നെ നമ്മൾ സെൻസേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നത്, മുട്ടുസൂചി അല്ലെങ്കിൽ കോട്ടൺ ബോള്, പിന്നെ അതുപോലെ തന്നെ ട്യൂണിങ് ഫോർക്സ്, പിന്നെ നമ്മൾ പേഷ്യൻ്റെ വെയിറ്റ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ റിഫ്ലെക്സ് പല റിഫ്ലെക്സും നോക്കണമെങ്കിൽ അങ്ങനെ അതിൻ്റേതായ എല്ലാ റിക്വയർമെൻറ്റും ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയുള്ള എല്ലാ റിക്വയർമെൻറ്റും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകണം നടത്താൻ തുടങ്ങുമ്പോൾ. അത് നമുക്കറിയാം എന്തൊക്കെയാണെന്ന്, നമ്മൾ ഫണ്ടമെൻ്റൽസിലൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന. അതായത് അപ്പം സെറ്റ് നീഡഡ് എക്യുപ്മെൻറ്റ്, പിന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, പേഷ്യൻ്റെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നോക്കണം. അത് നേരത്തെ പറഞ്ഞല്ലോ, ഏത് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സാണ് പേഷ്യൻ്റ് ഉള്ളതെന്ന് നോക്കണം. പിന്നെ അത് കഴിഞ്ഞ് വൈറ്റൽ പാരാമീറ്റേഴ്സ് നോക്കണം. അതും ഫിസിക്കൽ എക്സാമിനേഷൻ്റെ ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. അതിനകത്ത് വൈറ്റൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈറ്റൽ സയൻസ്, ടെമ്പറേച്ചർ നോക്കുക, പൾസ് റേറ്റ് നോക്കുക, പിന്നെ അതുപോലെ തന്നെ റെസ്പിറേറ്ററി റേറ്റ് നോക്കുക, പിന്നെ BP ഓഫ് ദ പേഷ്യൻറ്റ്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. അതാണ് നമ്മൾ പറഞ്ഞ വൈറ്റൽ പാരാമീറ്റേഴ്സ്. പിന്നെ ഫങ്ഷൻസ് ഓഫ് ദി ക്രേനിയൽ നെർവ്, അത് നേരത്തെ ഞാൻ പറഞ്ഞു. പിന്നെ അതിനകത്ത് മോട്ടോർ, സെൻസറി ആൻഡ് സെറിബ്രൽ ഫങ്ഷൻ നോക്കണം. പിന്നെ യു ഷുഡ് ഗിവ് എ സപ്പോർട്ട് ടു ദ പേഷ്യൻ്റ് ആൻഡ് ദ ഫാമിലി. അതായത് പേഷ്യൻറ്റിനോട് ആദ്യം നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതിന് മുമ്പേ തന്നെ പേഷ്യൻറ്റിനോട് അത് പ്രീവിയസ്ലി ഇൻഫോം ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം, എത്ര സമയം എടുക്കും, പേഷ്യൻറ്റിന് കാം ആൻഡ് ക്വയറ്റ് ഒരു അപ്രോച്ച് നമ്മൾ നടത്തണം. പേഷ്യൻറ്റിനോട് പറയണം ഇത് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ പേഷ്യൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു ആങ്സൈറ്റിയും പേടിയൊക്കെ പേഷ്യൻ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പം വേറൊന്നും അല്ലാതെ നമ്മളുടെ ബോഡി ഫങ്ഷനിങ് നോക്കാനാണ്, എന്തെങ്കിലും ഡിസീസിൻ്റെ സിംറ്റം ഉണ്ടോ എന്ന് നോക്കാനാണ് എന്ന് പേഷ്യൻറ്റിനോട് പറഞ്ഞ് ധരിപ്പിച്ചിട്ട് അവരുടെ കൺസെൻ്റൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ. എങ്കിൽ മാത്രമേ പേഷ്യൻ്റ് ആങ്സൈറ്റി റിലീവ് ആകത്തുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, സപ്പോർട്ട് ടു ദ പേഷ്യൻ്റ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്, ദെൻ പ്രൊവൈഡ് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ. അതായത് ചില ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പേഷ്യൻ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. മനസ്സിലായി? എങ്കിൽ മാത്രമേ പേഷ്യൻറ്റ് മനസ്സിലാകത്തുള്ളൂ, അതിനനുസരിച്ചേ പേഷ്യൻ്റ് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മളൊരു പക്ഷേ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയും വേണമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നേഴ്സ് കൂടുതൽ കെയർഫുൾ ആകണം ടു ഇൻസ്ട്രക്ട് ദ ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ദ തിങ്സ് പ്രോപ്പർലി സോ ദാറ്റ് ദ പേഷ്യൻറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ് ഇൻ ദ റൈറ്റ് വേ, ദെൻ ഓൺലി ഹി ക്യാൻ ഗിവ് ദ കറക്റ്റ് റെസ്പോൺസ്. ഓക്കെ, പിന്നൊരു കാര്യം, നമ്മൾ പേഷ്യൻ്റ് എക്സാമിൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ എക്സാം നടത്തുമ്പോൾ എന്തെങ്കിലും അബ്നോർമാലിറ്റി, എന്തെങ്കിലും ഡീവിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് കണ്ടാൽ ആ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനോ ഇൻഫോം ചെയ്യണം. അല്ലേ, നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയുള്ള പർപ്പസോടെ പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡൊന്നും പറയാം. നമ്മൾ പേഷ്യൻ്റെ വെൽഫെയർ ആണ് നമ്മുടെ പ്രൈം ഇൻറ്റൻഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ നമ്മൾ എന്തെങ്കിലും ഒരു അബ്നോർമൽ ഫൈൻഡിങ്സ് കണ്ടാൽ അത് ഇമ്മീഡിയറ്റ്ലി ട്രീറ്റിംഗ് ഡോക്ടറോട് ഇൻഫോം ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയാണ് ന്യൂറോളജിക്കൽ അസസ്മെൻറ്റിൽ
നഴ്സസിന് ചെയ്യാനുള്ള കാര്യം. അത് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്തുള്ള ഫോർമാറ്റ്, അതായത് ന്യൂറോളജിക്കൽ എക്സാം ഫോർമാറ്റ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ അപ്പൻഡിക്സ് 3 ഓഫ് ദി ശ്രീവാണി മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം. അത് എഴുതിയെടുക്കണം ബുക്കിലോട്ട്. മനസ്സിലായോ? കാരണം നമ്മൾ ഈ ഫൈൻഡിങ്സ് പേഷ്യൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഈ എക്സാമിനേഷനൊക്കെ നടത്താൻ നേരത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് നല്ല ഒരു തറോനെസ് നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ യു ഷുഡ് നോ വാട്ട് ആർ ദ കണ്ടന്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കണ്ടേ, അതെങ്ങനെയാണ് നോക്കണ്ടേ, ഏതൊക്കെ ആസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ. അതാണ് ന്യൂറോളജിക്കൽ അസസ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷനെ പറ്റി ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയാം. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ നമ്മൾ നടത്തുന്ന എക്സാമിനേഷൻ. ഇത് ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് സൈക്കാട്രിക് അസസ്മെൻറ്റിൻ്റെ. കാരണം എ തറോ ഫിസിക്കൽ എക്സാമിനേഷൻ ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ഇൻ ഓൾ സൈക്കാട്രിക് പേഷ്യൻസ് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കോംപ്രിഹെൻസീവ് സൈക്കാട്രിക് അസസ്മെൻറ്റ്. അതായത് കോംപ്രിഹെൻസീവ് സൈക്കാട്രിക് അസസ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഈ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പേഷ്യൻസിനും ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയിരിക്കണം. ഓക്കെ, പിന്നെ ഇതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ, അതായത് മിക്ക സൈക്കാട്രിക് പേഷ്യൻസിനും പല പല ഫിസിക്കൽ ഇൽനെസ്സും ഉണ്ടായിരിക്കാം. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു സൈക്കാട്രിക് പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ഡയബറ്റിസ് കൂടെ ഉണ്ടായിരിക്കാം, അയാളൊരു ഹൈപ്പർ ടെൻസീവ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാളൊരു കാർഡിയോളജി ഹാർട്ട് പ്രോബ്ലം ഉള്ള പേഷ്യൻ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പം സൈക്കാട്രിക് പ്രോബ്ലം കൂടാതെ വേറെ ഒരു കോമോർബിഡ് കണ്ടീഷൻ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫൈൻഡിങ്സ് കൂടെ നമ്മൾ നോക്കിയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ടോട്ടലായിട്ട് പേഷ്യനെ എക്സാമിൻ ചെയ്തിരിക്കണം. ഇപ്പോൾ തന്നെ അരത്മിയ ഉള്ള പേഷ്യൻ്റാണ്, നമ്മളിപ്പം സ്റ്റെത്ത് വെച്ച് നോക്കുമ്പം ചിലപ്പോൾ മനസ്സിലാവും അത്. അതുപോലെ തന്നെ ഒരു റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ള പേഷ്യൻ്റ് ആസ്മാറ്റിക് ആണ്, അറ്റ് ദ സെയിം ടൈം ഹീ സൈക്കാട്രിക് പേഷ്യൻ്റ് ഓൾസോ. അപ്പോൾ പേഷ്യൻ്റ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു പേഷ്യൻ്റ് ലങ് കപ്പാസിറ്റി, വൈറ്റൽ കപ്പാസിറ്റി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കുമല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും ഫിസിക്കൽ എക്സാമിനേഷൻ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് മെജോറിറ്റി ഓഫ് ദി സൈക്കാട്രിക് പേഷ്യൻ്റ് മേ ബി ഹാവിങ് സം അതർ കോമോർബിഡ് കണ്ടീഷൻ. അപ്പോൾ ആ ഡിസീസിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ പല ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയേ പറ്റൂ. പിന്നെ അത് കൂടാതെ തന്നെ നമുക്കറിയാം ഈ പേഷ്യൻ്റ് ഒരുപാട് ഡ്രഗ്സ് കഴിക്കുന്നവരാണ് അല്ലേ. ആ ഡ്രഗ്സിൻ്റെ സൈഡ് ഇഫക്റ്റ് പലതരത്തിൽ ബോഡിയിൽ മാനിഫെസ്റ്റ് ചെയ്യും അല്ലേ. ആ സൈഡ് ഇഫക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയും ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തണം. ഹൗ മച്ച് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് സൈഡ് ഇഫക്റ്റ് ഓഫ് ദ ഡ്രഗ്സ് വിച്ച് ആർ ബീയിങ് യൂസ്ഡ് ബൈ ദ പേഷ്യൻറ്റ്. ഓക്കെ, അത് വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതിൻ്റെ. വൈ എന്നുള്ള ക്വസ്റ്റിന് വേറെ ഒരു കാരണം അതാണ്. പിന്നെ വേറെ ഒന്ന് ഫിസിക്കൽ എക്സാമിനേഷൻ, അതായത് വേറെ പല രോഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ രോഗത്തിന് ആയിട്ട് റിലേറ്റ് ചെയ്ത് പല ടെസ്റ്റുകളൊക്കെ നടത്തണമായിരിക്കും. ആ ടെസ്റ്റുകൾ നടത്തുമ്പോൾ അതിൻ്റെ റിസൾട്ടും ബോഡിയുടെ ഫൈൻഡിങ്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടേ ആ മറ്റു രോഗത്തിൻ്റെ സിംറ്റം എന്തെല്ലാം പേഷ്യൻ്റ് കാണിക്കുന്നുണ്ട് അത് ആരോട് ഇപ്പോൾ തന്നെ അത് ഫിസിഷ്യനോട് റിപ്പോർട്ട് ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ റെഫർ ചെയ്ത് ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് വിടേണ്ട ആവശ്യം വരുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? പേഷ്യനെ എക്സാമിൻ ചെയ്ത് കണ്ടുപിടിച്ചാൽ മാത്രമേ വാട്ട് ഈസ് ദ ഇൻഡിക്കേഷൻ ഫോർ റെഫറിങ് ഹിം ടു ദ ഫിസിഷ്യൻ, അല്ലെങ്കിൽ റെഫറിങ് ഹിം ഫോർ ദ സർജൻ. ഇപ്പോൾ തന്നെ നമ്മളൊരു സൈക്കാട്രിക് പേഷ്യൻറ്റിന് ഒരു അബ്ഡോമിനിൽ പാൽപ്പേറ്റ് ചെയ്തപ്പോൾ ഒരു വലിയ മാസ് എന്തോ അബ്ഡോമിനുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സൈക്കാട്രിസ്റ്റിനൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഹിസ് സ്പെഷ്യാലിറ്റി ഈസ് ട്രീറ്റിംഗ് ദ മൈൻഡ് ഓർ അബ്നോർമൽ ഡിസീസ് ഓഫ് ദ മൈൻഡ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം വേറെ എന്തെങ്കിലും എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്തപ്പം ചിലപ്പം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൺസേൺഡ് ഡോക്ടറിൻ്റെ അടുത്ത് റെഫർ ചെയ്ത് വിടും. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി അബ്ഡോമിനൽ പാൽപേഷൻ നടത്തിയപ്പോഴാണ് പേഷ്യൻ്റ് കംപ്ലയിൻറ്റ് ചെയ്തു, ഡോക്ടർ അബ്ഡോമിനൽ പാൽപേഷൻ നടത്തി, അപ്പോഴാണ് ഫൈൻഡിങ്സ് ഇൻ ദ അബ്ഡോമൻ കണ്ടുപിടിച്ചത്. മനസ്സിലായി? അതുപോലെ തന്നെ പല മെഡിസിൻ കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ട്, അവർക്ക് ലിവർ ടോക്സിസിറ്റി ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പം ഹെപ്പറ്റോമെഗാലി, അതായത് ലിവറിൻ്റെ എൻലാർജ്മെൻറ്റ്, ഇതൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഡോക്ടർ പാൽപ്പേറ്റ് ചെയ്യുമ്പോഴായിരിക്കും അത് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഫിസിക്കൽ എക്സാമിനേഷൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഇനി ഇതിനകത്ത് ഫിസിക്കൽ എക്സാമിനേഷൻ ഷുഡ് ഇൻക്ലൂഡ് സം ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെഷറിങ് ഓഫ് ബോഡി മാസ് ഇൻഡെക്സ്. അതായത് പേഷ്യൻ്റെ വെയിറ്റും ഹൈറ്റും ഒക്കെ എടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഡെക്സാണ് ബോഡി മാസ് ഇൻഡെക്സ്. അപ്പോൾ വെയിറ്റ് എടുക്കണം, ഹൈറ്റ് എടുക്കണം, അതിൽ നിന്ന് ബോഡി മാസ് ഇൻഡെക്സ് നോക്കണം. പിന്നെ പേഷ്യൻ്റെ വൈറ്റൽ സൈൻസ് നോക്കണം. പേഷ്യൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, പൾസ് റേറ്റ് എങ്ങനെയാണ്, റെസ്പിറേറ്ററി റേറ്റ് എങ്ങനെയാണ്, ബ്ലഡ് പ്രഷർ എങ്ങനെയാണ്. അതും വെരി ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. പിന്നെ ഒബ്സർവേഷൻ ഓഫ്
ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്. അതായത് നമ്മളിപ്പം പേഷ്യൻറ്റിന് നമുക്കറിയാം അഡിക്വേറ്റ് ന്യൂട്രീഷൻ, പ്രോപ്പർ ന്യൂട്രീഷൻ ഇതൊക്കെ വേണ്ട ആൾക്കാരാണ് എല്ലാവരും. ബാലൻസ്ഡ് ആയിട്ട് കഴിക്കണം. നമ്മൾ ന്യൂട്രീഷൻ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ന്യൂട്രിയൻസിനെ പറ്റി അതിൻ്റെ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ ഹെൽത്ത് ഓഫ് ഇൻഡിവിജ്വൽ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ പല മനോരോഗികളും ഒരുപക്ഷെ അവർക്ക് കഴിക്കാനുള്ള താല്പര്യം ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ഡ്രഗിൻ്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് പല കാര്യങ്ങളും സൈഡ് ഇഫക്റ്റ് കൊണ്ട് അനറക്സിയ, നോസിയ, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ അപ്സെറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് പേഷ്യൻ്റ് പ്രോപ്പർലി ഫുഡ് കഴിക്കുന്നില്ലായിരിക്കാം. പിന്നെ മാത്രമല്ല അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊന്നും കിട്ടുന്നില്ലായിരിക്കാം. മനസ്സിലായോ? അങ്ങനെ വരുന്നതുകൊണ്ട് പേഷ്യൻറ്റിന് ഒത്തിരി ന്യൂട്രീഷണൽ പ്രോബ്ലംസും ഡെഫിഷ്യൻസി ഡിസീസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഇപ്പം തന്നെ വിളറിയിരിക്കുന്നൊരു പേഷ്യൻ്റാണെങ്കിൽ നമുക്കറിയാം HB ലെവൽ കുറവായിരിക്കാം, അല്ലെങ്കിൽ ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസി പലതും മാനിഫെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വൈറ്റമിൻ സിയുടെയോ മറ്റേതെങ്കിലും മറ്റുള്ള സിങ്ക്, അല്ലെങ്കിൽ വൈറ്റമിൻ സി, സോഡിയം, പൊട്ടാസ്യം ഇങ്ങനെയുള്ള ട്രേസ് എലിമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ട് പേഷ്യൻറ്റ് പല രോഗങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ഫിസിക്കൽ എക്സാമിനേഷൻ്റെ ഒരു ഭാഗമാണ്. മനസ്സിലായി? പിന്നെ പാൽപേഷൻ ഓഫ് എൻലാർജ്ഡ് ലിംഫ് നോഡ്സ്. അതായത് നമുക്കറിയാമല്ലോ, ഏതെങ്കിലും നമുക്ക് ഓൾ ഓവർ ദ ബോഡി ലിംഫ് നോഡ്സ് ഉണ്ടെന്നറിയാം അല്ലേ? ആ ഒരു ലിംഫ് നോഡ്സ് എൻലാർജ് ചെയ്യുന്ന എപ്പോഴാണ്? പേഷ്യൻ്റ് ഏതെങ്കിലും ഒരു ഡിസീസ് വരുമ്പോഴോ, ഒരു കൺസേൺഡ് ഏരിയയിൽ ഒരു ഇൻഫെക്ഷൻ വരുമ്പോഴോ, അല്ലെങ്കിൽ ഡിസീസ് വരുമ്പോഴോ ഒക്കെയാണ് ഒരുപക്ഷെ ജനറലൈസ്ഡ് ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ് വരാം. അതല്ലാതെ ലോക്കലായിട്ട് ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ് വരാം. ഇപ്പോൾ തന്നെ കൈക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അവിടെ ഒരു ഇഞ്ചുറിയോ വല്ലതും വന്നെങ്കിൽ നമ്മുടെ ആ റൈറ്റ് ആക്സിലറി ലിംഫ് നോഡ് നോക്കിക്കഴിഞ്ഞാൽ, കൈയുടെ ആക്സിലറി ലിംഫ് നോഡ് നോക്കിക്കഴിഞ്ഞാൽ അത് എൻലാർജ്ഡ് ആയിരിക്കും. അല്ല ഇൻഗോയിനൽ ലിംഫ് നോഡ്, അങ്ങനെ പല ലിംഫ് നോഡുകളുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ സൈസ് എങ്ങനെയാണ്, അത് എൻലാർജ്ഡ് ആണോ, ആണെങ്കിൽ അതിനെന്താണ് കാരണം എന്നൊക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അങ്ങനെ വരുമ്പം പാൽപേഷൻ ഓഫ് എൻലാർജ്ഡ് ലിംഫ് നോഡ്സ് ഈസ് ആൻ ഷുഡ് ബി ഇമ്പോർട്ടൻറ്റ് ഇൻ ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലേ? അത് ഒരു ക്ലൂ കൊടുക്കും, എവിടേക്കോ പിന്നെ രോഗാണുക്കൾ ശരീരത്തിൽ കയറിയിട്ടുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു റീസൺ. അതല്ലെങ്കിൽ ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, ഇൻഫെക്ഷനെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി WBC കൗണ്ട് കൂടിയേക്കാം, അതുകൊണ്ട് ലിംഫിനോട് എൻലാർജ് ചെയ്യാം. ഓക്കെ. പിന്നെയുള്ള ബോഡി സിസ്റ്റം റിവ്യൂ ചെയ്യണം. അതായത് ബോഡി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബോഡി ഹാസ് ഗോട്ട് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ലൈക്ക് കാർഡിയോവാസ്കുലർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, മസ്കുലർ, ഇങ്ങനെ ഡിഫറെൻറ്റ് സിസ്റ്റം ഉണ്ടല്ലോ. ആ സിസ്റ്റത്തിൻ്റെ ജനറലൈസ്ഡ് ഒരു ടെസ്റ്റ് നടത്തണം, അസസ്മെൻറ്റ് നടത്തണം. അതിനകത്ത് മെയിൻലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എഴുതിയിട്ട് ഫർദറായിട്ട് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ജനറലായിട്ടൊന്ന് നോക്കുമ്പം എല്ലാം ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഏതെങ്കിലും ഒരു കോമോർബിഡ് കണ്ടീഷനുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു കാർഡിയോവാസ്കുലർ പ്രോബ്ലം ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ CVSന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ മനോരോഗി ഒരു ആസ്മാറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ആ സിസ്റ്റം കൂടുതൽ എക്സാമിൻ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് വാട്ട് ഓൾ കോമോർബിഡ് കണ്ടീഷൻ പേഷ്യൻ്റ് ഈസ് ഹാവിങ്, യു റിസോർട്ട് ടു ദ അസസ്മെൻറ്റ് ഇൻ ഡീറ്റെയിൽ ടു ദാറ്റ് പർട്ടിക്കുലർ സിസ്റ്റം ഉള്ളി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൂടുതലായിട്ട് നോക്കണമെന്ന് പറഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ നോക്കണം. കാരണം അതിന് കൂടുതൽ അഫിലിയേഷനുണ്ട് മൈൻഡുമായിട്ടും മെൻ്റൽ ഹെൽത്തും ഒക്കെ ആയിട്ടും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് കൊടുക്കണം. അപ്പം പ്രത്യേകിച്ചും നമ്മൾ ഈ സിസ്റ്റം റിവ്യൂവിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതൊക്കെ സിസ്റ്റത്തിനാണെന്ന് ചോദിച്ചാൽ, ന്യൂറോളജിക്കൽ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം എന്തുകൊണ്ടാണ്? നമ്മൾ ശരിക്കും എയർ ഉള്ളിലോട്ട് കയറിപ്പോയില്ല എങ്കിൽ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ ബ്രെയിനിന് കിട്ടുക എന്നൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലേ അത് ഫംഗ്ഷൻ ചെയ്യുന്നത്, അതൊന്ന്. പിന്നെ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എല്ലായിടത്തോട്ടും പമ്പ് ചെയ്യുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ്. അപ്പോൾ ഈ 3 സിസ്റ്റത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് വേണം നമ്മൾ ബോഡി സിസ്റ്റം റിവ്യൂ നടത്താൻ. ഏതൊക്കെ സിസ്റ്റമാണ്? ന്യൂറോളജിക്കൽ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. അപ്പോഴേ പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, അസസ്മെൻറ്റ് ഓഫ് WBC കൗണ്ടും ഇലക്ട്രോലൈറ്റ് ലെവലും നോക്കണം. അത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്റിഗേഷൻ പഠിച്ചതാണ്. എന്നാലും ഇത് ഫിസിക്കൽ എക്സാമിനേഷൻ്റെ ഭാഗമായിട്ടും കൂടെ വെച്ചിട്ടുണ്ട്, കാരണം അതിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് അതുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഫിസിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു സൈക്കാട്രിക് പേഷ്യൻ്റ് ഫിസിക്കൽ എക്സാമിനേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്താണേലും ഒരു എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഉൾക്കൊള്ളുന്ന ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ഫോർമാറ്റ് ഉണ്ട്. അപ്പൻഡിക്സ്
ഫോറാണ്. അത് ശ്രീവാണിയുടെ പുസ്തകത്തിൽ അപ്പൻഡിക്സ് 4 പറയുന്നുണ്ട് വാട്ട് ആർ ദ ഫോർമാറ്റ് യൂസ്ഡ് ഫോർ ദ ഫിസിക്കൽ എക്സാമിനേഷൻ. അതും റെഫർ ചെയ്യണം. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾക്ക് പുതിയതായിട്ടൊന്നുമില്ല, അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഈ ഫോർമാറ്റ് എപ്പോഴും കയ്യിലിരുന്ന് കഴിഞ്ഞാൽ എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പോകുന്നുണ്ടേ, ഇപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ച എന്തൊക്കെയാണെന്ന് പറഞ്ഞ് പുസ്തകം കൊണ്ട്, അനാറ്റമി ഫിസിയോളജി പുസ്തകം കൊണ്ടോ അല്ലെങ്കിൽ നോട്ട് ബുക്കും കൊണ്ടോ ഒന്നും നടക്കാൻ പറ്റത്തില്ല. വാട്ട് ഓൾ തിങ്സ് യു ഹാവ് ടു കൺസിഡർ ഇൻ അസസിങ് ദ പേഷ്യൻറ്റ്, ഫിസിക്കൽ അസസ്മെൻറ്റ്, ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ്, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം. അല്ലെങ്കിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫോർമാറ്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലായോ? അതൊരു ചെറിയ ഒരു പേപ്പർ മാത്രമല്ലേ, ബുക്കും പുസ്തകവും ടെക്സ്റ്റ് ബുക്കും ഒന്നും അല്ലല്ലോ. അപ്പോൾ അതിനകത്തുള്ള കണ്ടൻറ്റ് തീർച്ചയായിട്ടും നന്നായിട്ട് പഠിച്ച് മനഃപ്പാടമാക്കി വെക്കുക. എങ്കിൽ മാത്രമേ പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്ത് പേഷ്യനെ പ്രോപ്പർലി അസസ് ചെയ്ത് പേഷ്യൻ്റെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാതെ പേഷ്യൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ടും ഒക്കെ ഇങ്ങ് പോരാനല്ല അങ്ങോട്ട് പോകുന്നത്. യു ആർ എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ, യു ഷുഡ് ഫൈൻഡ് ഔട്ട് ദ പ്രോബ്ലം ഓഫ് ദ പേഷ്യൻറ്റ്. പ്രോബ്ലം ഓഫ് ദ പേഷ്യൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അസസ്മെൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത് കണ്ടുപിടിക്കുക. ആ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കത് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്കതിനെപ്പറ്റി നല്ല അവയർനെസ് ഉണ്ടാകണം, അല്ലേ? എന്താണ് നോർമൽ, പേഷ്യൻ്റ് എത്രമാത്രം അബ്നോർമാലിറ്റി ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തം. എങ്കിൽ മാത്രമേ ഒരു ഇഫക്റ്റീവ് കെയർ പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദെൻ ഓൺലി യു ക്യാൻ വർക്ക് ആസ് എ ഇഫക്റ്റീവ് കെയർ പ്രൊവൈഡർ ഫോർ ദ പേഷ്യൻറ്റ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് ഈ ഫിസിക്കൽ എക്സാമിനേഷനും ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ, സൈക്കോളജിക്കൽ അല്ലെങ്കിൽ നേരത്തെ പഠിച്ച സൈക്കോളജിക്കൽ ടെസ്റ്റ് ടു അസസ് ദ സൈക്കോളജിക്കൽ ഫങ്ഷനിങ്, പിന്നെ ഇന്നലെ പഠിച്ച മറ്റൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ്, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ മസ്റ്റ് നോ ഓൾ ദീസ് തിങ്സ്. ഇതിനകത്തെല്ലാം വെൽ വേഴ്സ്ഡ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ട് പേഷ്യൻ്റ് കെയർ കൊടുക്കാനും ഇഫക്റ്റീവായിട്ട് പഠിക്കാനും ഒക്കെ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈക്യാട്രിക് അസസ്മെൻറ്റ് നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആകുകയാണ്. അപ്പോൾ നമ്മൾ സൈക്യാട്രിക് അസസ്മെൻറ്റിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യമേ ഒരു പേഷ്യനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് ഹിസ്റ്ററി എടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ഓഫ് ദി പേഷ്യൻറ്റ്, അല്ലേ? അതായത് മനസ്സിൻ്റെ ഫങ്ഷനും അതിൻ്റെ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങും ഒക്കെ പഠിച്ചു. പിന്നെ പിന്നെ പഠിച്ച ന്യൂറോളജിക്കൽ ടെസ്റ്റ് നമ്മൾ ഇന്ന് പഠിച്ചു, ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ്. പിന്നെ നമ്മൾ റിവ്യൂ ചെയ്തത് ന്യൂറോളജിക്കൽ അസസ്മെൻറ്റിന് റിവ്യൂ ആണ്, ഫിസിക്കൽ എക്സാമിനേഷൻ. പിന്നെ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇതിനകത്ത് നമുക്ക് ജനറലായിട്ട് കുറേ ഈ സൈക്യാട്രിക് അസസ്മെൻറ്റ് നടക്കുമ്പം ജനറൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ നഴ്സസ് ജനറലായിട്ട് പറയുന്ന ഒരെണ്ണമുണ്ട്. ഇപ്പോൾ ഓരോന്നും പഠിച്ചപ്പോഴും നമ്മൾ ഓരോ ടെസ്റ്റിനും എന്തൊക്കെയാണ് നഴ്സസ് ചെയ്യേണ്ടത് അവിടെ കൺസേൺഡ് ആയിട്ട് റെസ്പോൺസിബിലിറ്റി പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ ടോട്ടലി വാട്ട് ആർ ദ ചലഞ്ചസ് ദാറ്റ് എ സൈക്യാട്രിക് നഴ്സ് മേ ഫേസ് വൈൽ ഡൂയിങ് എ സൈക്യാട്രിക് അസസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വാട്ട് ആർ ദ ജനറൽ റോൾ ഓർ ഫങ്ഷൻ ഓഫ് ദ നേഴ്സ് വൈൽ ഡൂയിങ് എ സൈക്യാട്രിക് അസസ്മെൻറ്റ്, അതും കൂടെ ആണ് അറിയേണ്ടത്. അത് ഞാനത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് വെച്ചിട്ടുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റിനകത്ത് ഇമ്പോർട്ടൻറ്റ് വാട്ട് ആർ ഹെർ റോൾ. ഓക്കെ, അതും കൂടെ ഉള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എത്രയായി? 43. ദാറ്റ് ഓൾസോ വി വിൽ സ്റ്റഡി. അപ്പോൾ അത് ഞാൻ ഇതെല്ലാത്തിൻ്റെയും കൂടെ ഞാൻ നോട്ട് അയച്ചു തന്നേക്കാം. അതായത് the role of the nurse in mental health assessment എന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അത് അതിൻ്റെ ആ റോളിനകത്തൊരു കുറേ കാര്യങ്ങളുണ്ട്. അതായത് nurse obtain an accurate document relevant health history with an emphasis on mental health history of patients relevant to the സ്പെഷ്യാലിറ്റി ആൻഡ് ഏജ്. അതായത് പേഷ്യൻറ്റിന് റിലവൻ്റ് ആയിട്ടുള്ള കാര്യം ഹെൽത്ത് ഹിസ്റ്ററിയാണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. ആൻഡ്
ഷീ പെർഫോംസ് എ കോംപ്രിഹെൻസീവ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ്. അല്ലേ, അതായത് ഇതൊക്കെ കിട്ടണമെങ്കിൽ ഷീ ഹാസ് ടു പെർഫോം എ കോംപ്രിഹെൻസീവ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ്. ദെൻ ഷീ പെർഫോംസ് എ കോംപ്രിഹെൻസീവ് സൈക്യാട്രിക് ഇവാലുവേഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് evaluation of mental status, current and past history, then suicidal ideation of the patient, self-harm behavior, substance abuse, level of functioning, health behavior, trauma, sexual behavior and social and developmental history. ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ഗോ ത്രൂ ചെയ്താണ് ഒരു പേഷ്യൻ്റെ ഹിസ്റ്ററി എടുക്കുന്നത്. ഇതെല്ലാം വെരി റിലവൻ്റ് ആയിരിക്കും പേഷ്യൻറ്റിന്. അങ്ങനെയുള്ള ഹിസ്റ്ററി വേണം എടുക്കാൻ. പിന്നെ then she analyzes the relationship between normal physiology and specific system alteration associated with mental health problem. അതായത് ഹിസ്റ്ററി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ ഹിസ്റ്ററി വെച്ച് പേഷ്യൻ്റെ നോർമൽസീവായിട്ട് തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട് എത്രമാത്രം പേഷ്യൻ്റെ കണ്ടീഷൻ ഡീവിയേറ്റ് ചെയ്ത് പോയെന്ന്. ഓക്കെ. പിന്നെ ഷീ ഐഡൻറ്റിഫൈസ് ആൻഡ് അനലൈസസ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് മെൻ്റൽ ഹെൽത്ത്. അതായത് ഇനി കാരണങ്ങൾ, മനോരോഗങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതായത് ജനറ്റിക് ആണോ, ഫാമിലി എൻവയൺമെൻ്റ് ആണോ കാരണം, അതോ സൈക്കോ ഡൈനാമിക്സ് എങ്ങനെയാണ്, കൾച്ചറൽ ഫാക്ടറിനോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സ്പിരിച്വൽ ബിലീഫിനോ ഇതിനകത്ത് എന്തെങ്കിലും റോളുണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻ്റെ കോപ്പിംഗ് സ്കിൽ എങ്ങനെയാണ്, കോഗ്നിറ്റീവ് എങ്ങനെയാണ്, ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയാണ് പേഷ്യൻ്റെ ഹിസ്റ്ററി എടുക്കുന്നതും അതിൻ്റെ ഡിസീസിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതും. ഓക്കെ. പിന്നെ she collect data from multiple sources using assessment technique that are appropriate to the patient's language. അതായത് പേഷ്യൻറ്റിന് എൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസിനെയും പേഷ്യൻ്റെ കൾച്ചറിനെയും പേഷ്യൻ്റ് ഏത് റീജിയനിലാണോ താമസിക്കുന്നത് ഇതിനെല്ലാം റിലേറ്റ് ചെയ്ത് അതിൻ്റെ ബേസിസിലാണ് പേഷ്യൻ്റെ ഹിസ്റ്ററി എപ്പോഴും കളക്ട് ചെയ്യുന്നത്. അല്ലേ? അപ്പോൾ അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് കളക്ടിങ് ദ ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് യൂസിങ് അസസ്മെൻറ്റ് ടെക്നിക് ദാറ്റ് ആർ അപ്രോപ്രിയേറ്റ് ടു ദ പേഷ്യൻസ് ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ്. ഓക്കെ. പിന്നെ ഷീ കണ്ടക്ട് എ കോംപ്രിഹെൻസീവ് മൾട്ടി ജനറേഷണൽ ഫാമിലി അസസ്മെൻറ്റ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ജീനോഗ്രാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പെഡിഗ്രി ചാർട്ട് ഉണ്ടാകുമ്പോൾ 3 ജനറേഷനെങ്കിലും മിനിമം റിപ്രസെൻറ്റ് ചെയ്ത് ഉണ്ടാക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം പ്രീവിയസ് ആയിട്ടുള്ള പേഷ്യൻ്റെ ഫാമിലിയിൽപ്പെട്ട ആർക്കെങ്കിലും അല്ലെങ്കിൽ മുൻഗാമികൾക്കോ ആർക്കെങ്കിലും മനോരോഗങ്ങൾ വന്നിരുന്നോ, അത് ഹെറിഡിറ്ററി ട്രാൻസ്മിറ്റഡ് ആണോ, ഇപ്പോഴാരൊക്കെയുണ്ട്, അവരിൽ ആരെങ്കിലുമൊക്കെ സൂയിസൈഡൽ അറ്റംപ്റ്റ് വല്ലതും നടത്തിയിട്ടുള്ളവരുണ്ടോ, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തവർ ആ കുടുംബത്തിലുണ്ടോ. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ഫാക്ടേഴ്സാണ് റിലേറ്റഡ് ടു ദ മെൻ്റൽ കണ്ടീഷൻ ഓഫ് ദി പേഷ്യൻ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോംപ്രിഹെൻസീവായിട്ടാണ് ഹിസ്റ്ററി എടുക്കുന്നത്. അതിനാണല്ലോ നമ്മൾ പറയുന്നത് മിനിമം ഒരു 3 ജനറേഷനെങ്കിലും കാണിച്ചിരിക്കണം പേഷ്യൻ്റെ ജീനോഗ്രാം വരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ പെഡിഗ്രി ചാർട്ട് വരയ്ക്കുമ്പോഴോ എന്ന് പറയുന്നത് അതിനാണ്. പിന്നെ അത് കഴിഞ്ഞ് ഈ പെർഫോംസ് എ കോംപ്രിഹെൻസീവ് അസസ്മെൻറ്റ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നീഡ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. അതായത് പേഷ്യൻ്റ് ഒരു പക്ഷേ ആശുപത്രി കിടക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് പേഷ്യൻ്റ് ഡിസീസ് കമ്മ്യൂണിറ്റി പോകും. നമ്മളവിടെ ഹോം വിസിറ്റൊക്കെ നടത്തുമ്പോഴും പേഷ്യൻറ്റിനെ കാണാറുണ്ട്. പിന്നെ ആ പേഷ്യൻ്റെ ആ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും പ്രത്യേക ഈ രോഗത്തിന് കാരണമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ. ഫോർ എക്സാമ്പിൾ നമ്മൾ കോസസ് ഓഫ് ഇൽനെസ് പഠിച്ചപ്പോൾ അർബനൈസേഷന് അല്ലെങ്കിൽ പോവർട്ടി, ലാക്ക് ഓഫ് എഡ്യൂക്കേഷന്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പോസിറ്റീവ് ഫാക്ടറായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഫാക്ടേഴ്സിന് എന്ത് റിലേഷൻഷിപ്പാണ് പേഷ്യൻ്റ് രോഗം വന്നതിലുള്ളതെന്ന് കണ്ടുപിടിക്കുക. അതാണ് പറയുന്നത്. അതായത് then performs and accurately documents appropriate systems and system focused physical examination with emphasis on the mental status. നമ്മളിപ്പോൾ പഠിച്ച, അതായത് രോഗിയുടെ ശരീരമായിട്ടും ഡിഫറെൻറ്റ് സിസ്റ്റവുമായിട്ടോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓർഗൻസ് ഫങ്ഷനിങ് ദ ബോഡി, ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ആ തരത്തിലുള്ള ഡേറ്റയായി നേഴ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു, പേഷ്യൻ്റെ ഒരു അബ്ഡോമിനൽ പാൽപേഷൻ നടത്തിയപ്പോൾ പേഷ്യൻ്റ് ഒരു മാസ് ഫൈൻഡ് ചെയ്തു. ആ മാസ് അത് ഒരു നമ്മളത് പേഷ്യൻ്റെ എക്സാമിനേഷൻ നടത്തിയോണ്ടല്ലേ കണ്ടുപിടിച്ചേ. അങ്ങനെയുള്ള വേറെ ഏതൊക്കെ കോർമോർബിഡ് കണ്ടീഷൻ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. ആ തരത്തിലായിരിക്കണം അസസ്മെൻറ്റ്. പിന്നെ ദ നേഴ്സ് സിന്തസൈസസ്, പ്രയോറിറ്റൈസ് ആൻഡ് ഡോക്യുമെൻറ്റ് ദ റിലവൻറ്റ് ഡേറ്റ ഇൻ എ റിട്രീവൽ ഫോം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ പോലും അതിന് ഏതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അത് വേണമായിരിക്കും ആദ്യം സോൾവ് ചെയ്യാൻ. അത് കണ്ടുപിടിച്ച് തീരുമാനിക്കാനും നഴ്സസിന് കഴിയും ഫ്രം ദ ഡേറ്റ കളക്ഷൻ. ഓക്കെ. പിന്നെ ഡെമോൺസ്ട്രേറ്റ് ഇഫക്റ്റീവ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂയിങ് സ്കിൽസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ്
തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ്, അതായത് IPR ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻറ്റിന് ആവശ്യത്തിനുള്ള കളക്ഷന് ഡേറ്റ കിട്ടണമായിരിക്കും, ചിലപ്പോൾ നമുക്ക് കൗൺസിലിംഗ് കൊടുക്കണമായിരിക്കും, പല സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണമായിരിക്കും. ഇതൊക്കെ പേഷ്യൻ്റ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ അംഗീകരിക്കണം ആദ്യം, അല്ലേ? അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ ആദ്യം ഒരു നല്ല IPR പേഷ്യൻറ്റുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പ്രീ റിക്വസിറ്റ് ആണ് ഒരു മെൻ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്, നഴ്സിനെ പോലെയുള്ള മെൻ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് വേണ്ട ഒരു എസെൻഷ്യൽ ഫാക്ടറാണ് എസ്റ്റാബ്ലിഷിങ് എ തെറാപ്യൂട്ടിക് എൻവയൺമെൻറ്റ് വിത്ത് ദ പേഷ്യൻറ്റ്. ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മൾ പേഷ്യൻ്റെ ഹിസ്റ്ററി കളക്ട് ചെയ്യുമ്പോൾ അവർ നമ്മൾ കോൺഫിഡൻ്റ് ആകണം, നമ്മൾ പേഷ്യൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പേഷ്യൻറ്റിന് തോന്നണം, നമ്മൾ ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നല്ല IPR ഡെവലപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ പേഷ്യൻ്റ് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ്. ദെൻ assess the interface among the individual, family and the community and the social system and their relationship to mental health functioning. അതായത് ഈ ഒരു മനോരോഗിയുടെ മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞൊക്കെ തന്നെ. അതായത് ഫാമിലി സൗണ്ട് ആയിരിക്കണം, കമ്മ്യൂണിറ്റി സൗണ്ട് ആയിരിക്കണം, പിന്നെ ആ വ്യക്തി എവിടെ വർക്ക് ചെയ്യുന്നു, ആരുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുന്നു, ആ ഏരിയ എല്ലാം സൗണ്ട് ആയിരിക്കണം. അത് സ്കൂളാകാം, ഒരുപക്ഷെ കോളേജാകാം, വർക്ക് ചെയ്യുന്ന പ്ലേസ് ആകാം, അവിടെയുള്ള മനുഷ്യരാകാം. ഇതെല്ലാം തന്നെ പ്രൈം ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് ഒരു പേഷ്യൻറ്റിന് മെൻ്റൽ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിൽ. അല്ലെങ്കിൽ ഒരിക്കലൊരു രോഗിയായാൽ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് രോഗം ഭേദമാക്കുന്നത്, അതല്ല അങ്ങനെയും കൊടുക്കാൻ രോഗം 100% ഭേദം ആക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടല്ലോ. അവർക്ക് റിഹബിലിറ്റേഷൻ കൊടുക്കണമെങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് മെയിൻലി ഫങ്ഷൻസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നേഴ്സ് ഇൻ മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് വലുതായിട്ടൊന്നും സ്ലൈഡിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പുസ്തകത്തിൻ്റെ ടെസ്റ്റിൻ്റെ പേജ് അല്ലെങ്കിൽ ഞാൻ നോട്ട് നിങ്ങൾക്ക് അയച്ചു തന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സൈക്കാട്രിക് അസസ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ അസസ്മെൻറ്റിന് നമ്മൾ തിയററ്റിക്കൽ ഇമ്പോർട്ടൻസിനെക്കാട്ടിലും കൂടുതൽ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്നും, ഹിസ്റ്ററി കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും, മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്നും ഒക്കെയാണ് പറഞ്ഞതിപ്പോൾ. അപ്പോൾ ഒരു രോഗി നമ്മുടെ മുമ്പിലില്ലാതെ ഈ ചാപ്റ്ററിൽ പഠിച്ച ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്രമാത്രം നോളജ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഹൗ യു ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് ടു യുവർ പേഷ്യൻസ് എന്നുള്ളതിനാണ് ഇവിടെ പ്രസക്തി. കാരണം ഈ കാര്യങ്ങളെല്ലാം തന്നെ രോഗിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. അത് ഇഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി തിയററ്റിക്കലി എല്ലാം അറിയണം. തന്നെയല്ല ഇത് ചുമ്മാതെ പേപ്പറിൽ എഴുതി പഠിച്ചുകൊണ്ടോ പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങിച്ചുകൊണ്ടോ ഒന്നും തന്നെ നമ്മളൊരു സൈക്കാട്രിക് പേഷ്യന് കെയർ കൊടുക്കാൻ പറ്റിയ ഒരാളായി തീരത്തില്ല. യു ഷുഡ് നോ ഹൗ ടു അപ്ലൈ ഓൾ ദീസ് തിങ്സ്. അതായത് ഹിസ്റ്ററി എങ്ങനെ എടുക്കണം, MSc എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എങ്ങനെ ചെയ്യണം, ഫിസിക്കൽ എക്സാമിനേഷൻ എങ്ങനെ നടത്തണം, ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ എങ്ങനെ പ്രോപ്പർലി നടത്തണം, അതിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം പേഷ്യൻ്റെ ഡേറ്റ കളക്ട് ചെയ്യും, ആ ഡേറ്റയുടെ ബേസിസിലാണ് നേഴ്സിംഗ് പ്രോസസ് സ്റ്റൈലിൽ നമ്മൾ കെയർ കൊടുക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ ഇത് പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം. പിന്നെ ഇന്നത്തെ കൊണ്ട് ഞാൻ സൈക്കാട്രിയുടെ ടോപ്പിക്ക് തൽക്കാലം ഒന്ന് സസ്പെൻഡ് ചെയ്യുകയാണ്. കാരണം അടുത്ത ആഴ്ച തൊട്ട് ഞാൻ നിങ്ങളെ പീഡിയാട്രിക്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. കാരണം പീഡിയാട്രിക്സിൻ്റെ കുറച്ച് പോർഷൻ ഞാനാണ് എടുക്കേണ്ടത്, അത് ഇതുവരെയും തുടങ്ങിയില്ല. അതുകൊണ്ട് ഇത് കുറച്ച് ഇവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പീഡിയാട്രിക്സ് പഠിപ്പിച്ചിട്ട് ബാക്കി പഠിപ്പിക്കാം. അപ്പോൾ നമ്മളിപ്പം എത്രയും ചാപ്റ്റർ 2-3 ചാപ്റ്റർ പഠിച്ചു, അതിന് പരീക്ഷ എഴുതാൻ റെഡിയായിരിക്കുക. ഞാൻ എപ്പോഴെങ്കിലും ഇടയ്ക്ക് റെഡിയാണ്, നേരത്തെ കുട്ടിയൊന്നും ഒരുപാട് നേരത്തെ കുട്ടിയൊന്നും പറയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിങ്ങൾക്ക് പരീക്ഷയൊന്നും നടത്തിയില്ല, നിങ്ങൾ റെഡി ആയിരിക്കണമെന്ന്. അതുകൊണ്ട് ഇതിനെപ്പറ്റി എല്ലാം പഠിച്ച് വെൽ വേഴ്സ്ഡ് ആയിട്ടിരിക്കുക. അതിനെപ്പറ്റി പരീക്ഷ ഞാൻ നടത്തും. ഓക്കെ, പിന്നെ അടുത്ത ദിവസം തൊട്ട് നമ്മൾ പീഡിയാട്രിക് നഴ്സിംഗ് ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. എനിക്ക് തന്നിട്ടുള്ള പോർഷൻസ് ഐ ഹാവ് ടു ടേക്ക് ഫിനിഷ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിനെപ്പറ്റി ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അതുകൊണ്ട് പരീക്ഷയ്ക്കും പ്രിപ്പയർഡ് ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം you should be well versed with what all things studied so far to write the exam. Okay.